ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഗുണ്ടാ സംഘാംഗമായ പത്തനംതിട്ട സ്വദേശി കാർത്തികാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. നിയമലംഘനം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പിടിമുറുക്കാൻ ജില്ലാ ഭരണകൂടം. കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. കളക്ടറുടെ നടപടി ഊരകം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി വൈദ്യുതി തൂണിലിടിച്ചു. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ. വാർത്തകളിലേക്ക് വിശദമായി. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. നെയ്യാറ്റിങ്കര JFMC 17 മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ഇതിനായി ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത പോലീസിന് മുന്നിൽ മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും 15-ലധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വലിയ മാനങ്ങളുള്ള കേസാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് തെളിവ് നശിപ്പിക്കാനിടയാക്കും. ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഇരകളിൽ ചിലർ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും ഞെട്ടിപ്പിക്കുന്നതാണ്. രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ വളർന്നുവരുന്ന അധോലോക സംഘമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ്. അതിൽ MLA മാർ മാത്രമല്ല, അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിജീവിതകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കേസ് അന്വേഷണം നടത്തുന്ന സംഘം ഗൗരവമായിട്ട് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ മാത്രം പീഡനത്തിൻ്റെ വിവരങ്ങളല്ല. ശാരീരികമായി പീഡിപ്പിക്കുക, അവരെ ഗർഭിണിയാക്കുക, പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക, അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് 15 പെൺകുട്ടികളെങ്കിലും പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത്. രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. സംഘടിത കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. MLA ആയിട്ടുള്ള രാഹുലിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സാമൂഹ്യദ്രോഹികളുടെ കൂടാരമായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മാറിക്കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജാബിർ, പ്രജി, അഭിജിത്ത് വിഷ്ണു KS, അമീറ സജീർ, മുഹമ്മദ് റിന്യൂസ് എന്നിവർ സംസാരിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ്. അതുകൊണ്ട് ഒരു പേടിക്കേണ്ട. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഗുണ്ടാ സംഘാംഗമായ പത്തനംതിട്ട സ്വദേശി കാർത്തികാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 അതേസമയം കേസിൽ കൊട്ടേഷൻ നൽകിയ പ്രവാസി വ്യവസായിക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. റാഫേൽ പൊഴോലിപ്പറമ്പിലിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തി. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കം നിലനിന്നിരുന്നതായി സുനിൽ പറഞ്ഞിരുന്നു. ഇരിങ്ങാലക്കുടയിലെ മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ. കഴിഞ്ഞ 20-നായിരുന്നു വെളപ്പായിലെ വീടിന് മുന്നിൽ വെച്ച് സുനിൽ ആക്രമിക്കപ്പെട്ടത്. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച പൊള്ളലേറ്റ് മരിച്ചത്. യുവതിയുടെ കുടുംബം സ്ത്രീധന പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. പരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഉറപ്പാക്കും. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും P. സതീദേവി പറഞ്ഞു. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിയമ നടപടി സ്വീകരിക്കുന്നതിനായി തൃശൂർ സിറ്റി, റൂറൽ പോലീസ് മേധാവിമാർക്കും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം, മത്സരയോട്ടം, ബസ് ജീവനക്കാർക്കിടയിലെ ലഹരി ഉപയോഗം, സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കി മറ്റു യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തുക തുടങ്ങി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. ആവശ്യമുള്ള റൂട്ടുകളിൽ ബസ്സുകളുടെ സമയക്രമം പുതുക്കി നിശ്ചയിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. എറണാകുളം കളമശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകി. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റി വൈദ്യുതി പോസ്റ്റിലിടിച്ചത്. ഇതേ തുടർന്ന് വന്ദേ ഭാരത്, ഗുരുവായൂർ പാസഞ്ചർ തുടങ്ങിയ വിവിധ ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിട്ടിരുന്നു. 3.5 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. ട്രെയിനുകൾ വൈകി ഓടുന്നതിനാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ തിങ്കളാഴ്ചയാണ് ഏകാദശി ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികൾക്കായി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ദർശനത്തിനായി പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് പ്രഥമ പരിഗണന നൽകും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യത്തിന് ക്ഷേത്രനട തുറന്നാൽ പൂജകൾക്കല്ലാതെ ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മുൻപ് അടക്കില്ല. ഗജരാജൻ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ദശമി ദിവസമായ ഞായറാഴ്ച നടക്കും. ഏകാദശി ദിവസം രാവിലെ 6:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദ ഊട്ട് രാവിലെ 9 തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. ഏകദേശം 60,000-ഓളം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്.
തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത്. സുപ്രീം കോടതി വിധിപ്രകാരമാണ് ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നത്. ദൈവഹിതമല്ലാത്തതിനാൽ പരിഹാരക്രിയ വേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രിയുടെ അഭിപ്രായത്തെ തുടർന്ന് ദേവസ്വം കഴിഞ്ഞ വർഷം ഏകാദശിക്ക് ഉദയാസ്തമന പൂജ നടത്തിയില്ല. ഇതേ തുടർന്ന് തന്ത്രി കുടുംബമായ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടോടെ ഹർജി തള്ളി. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. വൃശ്ചിക ഏകാദശിക്ക് പൂജ നടത്തണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഏകാദശി വിളക്കിന്റെ സുവർണപ്രഭയിൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ഏകാദശി വരെ ഇനി സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. അഷ്ടമി വിളക്ക് തെളിഞ്ഞ് 4ാമത്തെ പ്രദക്ഷിണത്തിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണു, ചെന്താമരാക്ഷൻ എന്നീ കൊമ്പന്മാർ ഇടം വലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. ശനിയാഴ്ച ക്ഷേത്രത്തിൽ നവമി നെയ്വിളക്കാണ്. കൊളാടി കുടുംബത്തിന്റെ വകയായാണ് നവമി നെയ്വിളക്ക് ആഘോഷിക്കുന്നത്. തിരുവില്ലാമല പുനർജനി നൂഴലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഡിസംബർ 1 തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ. ഡിസംബർ 1 പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണികഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നാണ് ഐതിഹ്യം. പുനർജനി നൂഴുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒടുങ്ങി മോക്ഷപ്രാപ്തി കൈവരുമെന്നുമാണ് വിശ്വാസം. 1000-ഓളം ആളുകൾക്ക് മാത്രം അവസരമുള്ള പുനർജനി നൂഴലിന് 10,000-ലധികം പേർ സാക്ഷികളാകാനെത്തും. തിരുവില്ലാമല പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. പുനർജനി നൂഴാനുള്ള ടോക്കൺ തലേദിവസം വൈകിട്ട് 5 മുതൽ തിരുവില്ലാമല ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും. ടോക്കൺ എടുക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്ന് തിരുവില്ലാമല ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു. TCV ന്യൂസ്, തിരുവില്ലാമല. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി നൽകിയ ഫോം തിരികെ വാങ്ങാനെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് യുവാവ് മോശമായി പെരുമാറിയത്. BLO ഇലക്ഷൻ വകുപ്പിന് നൽകിയ പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഷൊർണൂർ റോഡിൽ പാടുക്കാട് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മനക്കുടി സ്വദേശി മുരുത്തോണിക്കൽ വീട്ടിൽ 62 വയസ്സുള്ള അന്ത്രോസാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിനടിയിലേക്ക് വീണാണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത്. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബാംഗ്ലൂരിൽ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എരുമപ്പെട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. തിപ്പല്ലൂർ ചിറ്റിലപ്പള്ളി പരാതിനായ സേവിയർ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുളിമുറിയിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ സനു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിതാവ് സേവിയറിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നാട്ടിൽ വന്നിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് തീരത്തോട് ചേർന്ന് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. എറണാകുളം മുനമ്പം സ്വദേശികളായ മോഹൻലാൽ, ചാർലി മെൻഡസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടികൂടി പിഴ ഈടാക്കിയത്. 2 ബോട്ടുകളിൽ നിന്നുമായി 7 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 3,42,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ 251 പോയിന്റോടെ ആതിഥേയരായ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ 1ാം സ്ഥാനത്ത് തുടരുന്നു. 230 പോയിന്റോടെ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ 2ാം സ്ഥാനത്തും 206 പോയിന്റോടെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ്, ജില്ലാ സെക്രട്ടറി MV വിനോദ്, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കരയിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു.
കൊരട്ടിക്കര അറയ്ക്കൽ കുന്നത്ത് വീട്ടിൽ ശ്രീജിയുടെ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. മാലയുടെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു. അറയ്ക്കൽ കുന്നത്തുകുളം കൊരട്ടിക്കര റോഡിന് സമീപമാണ് സംഭവം നടന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1,73 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അൻവറാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. വെളുത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്, SI രമ്യ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം ഉയരുകയാണ്. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വികസന ആവശ്യങ്ങളും മുഖ്യ വിഷയങ്ങളായി ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ വ്യക്തമാക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവരാജൻ കോച്ചാട്ടിലാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എവിടം വരെയായി പ്രചരണം? ഒരു വട്ടം ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എങ്ങനെയുണ്ട്? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും ജയിക്കും തന്നെ പറയുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ലൊരു പ്രതികരണം തന്നെ തരുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? വിജയശതമാനം 100% ഉണ്ട്. 100% ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമായിരിക്കും ഏറ്റവും ആദ്യം നടപ്പിലാക്കുക? അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടുണ്ട്. കുറേ ആ വെള്ളക്കെട്ട് മാറ്റണം. പിന്നെ റോഡുകൾ പകുതിയായിട്ട് 10 കൊല്ലമായിട്ട് റോഡ് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. എടുത്തിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കണം. നല്ലങ്കര മുക്കാട്ട നെട്ടിശ്ശേരി 3 ഭാഗം എടുക്കണ ഭാഗം. ഈ ഭാഗങ്ങൾ കുറേ വികസനങ്ങൾ നടത്താനുണ്ട്. പിന്നെ വയോജനങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രം ഇല്ല അവിടെ. അത് ചെയ്യണ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. അങ്ങനെ കുറേ ലൈബ്രറി ഇല്ല, വായിക്കാനായിട്ട് ലൈബ്രറി ഇല്ല. കാർഷിക മേഖല കണ്ടമാനം ഇതായിട്ട് കിടക്കണം. കാർഷിക മേഖല ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വർഷകാലം നിറച്ച് വെള്ളം നിറയും. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫുൾ ടൈം 24 മണിക്കൂറും നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പെൺകരുത്താണ് മുക്കാട്ടുകരയിൽ UDFന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്യാമള മുരളീധരൻ. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, അതായത് 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി കഴിയുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല പോലെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഞാൻ പ്രചരണം നടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ 100% വിജയപ്രതീക്ഷ ഉണ്ടോ? നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഒല്ലൂക്കര 15ാം ഡിവിഷൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ എൻ്റെ ഡിവിഷൻ്റെ ഒരു ഭാഗം തന്നെ എനിക്ക് മുക്കാട്ടുകര 11ാം ഡിവിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്യാമളേച്ചിയല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണെന്നുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി അവരെന്ത് പറയുന്നോ, വീട്ടമ്മമാർ എന്ത് പറയുന്നു, എനിക്കാവുന്നതാണ്. ഈ 10 വർഷമായിട്ട് അവർക്കറിയാം എന്നെ, ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവുന്നതെന്തും ഞാൻ അവരുടെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. മക്കളായാലും ഹസ്ബൻഡ് കൂടെ എല്ലാ ദിവസവും വരും. പിന്നെ മക്കളായാലും വീട്ടിൽ ഒപ്പം നിന്ന്. എൻ്റെ 2 മക്കളുടെ കല്യാണം ഇപ്പോൾ അടുത്താണ്. ഈ 16ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് 17ാം തീയതി തൊട്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയത്. അവർ ആ 2 വന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെ, അമ്മ എവിടേക്ക് വേണമെങ്കിലും പോയി വർക്ക് ചെയ്തോളോ, ഞങ്ങളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കൾ. ഇടതുപക്ഷ പാരമ്പര്യത്തിന്റെ ആവേശവും ആത്മവിശ്വാസവുമായാണ് MA പോളി മുക്കാട്ടുകരയിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. ചേട്ടാ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, അതിൽ മുന്നേ എൻ്റെ അപ്പൻ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ്റെ ഭാര്യ അവരും ഇവിടെ കൗൺസിലിൽ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ കേരള കോളേജിലെ ചെയർമാന് ബാസ്റ്റിൻ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെയുള്ള വീടാണ്. ചേട്ടൻ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ആദ്യകാലത്ത് റോഡിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റോഡുകളുടെ പണികളൊക്കെ പൂർത്തിയായി. ഇവിടെ യാതൊരു വിധത്തിലുള്ള റോഡുകളുടെ ഒരു വിഷയമില്ല. കുടിവെള്ളത്തിന് വിഷയമുള്ള ഒരു ഡിവിഷൻ അല്ലത്. എങ്കിലും വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു. അതും ഞങ്ങൾ കൊടുത്ത് തീർത്തു. അവർക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല എന്നിരുന്നാൽ തന്നെ അവിടേക്ക് ആ കണക്ഷൻ വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുക്കാട്ടുകരയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. 5 പതിറ്റാണ്ടോളമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDFനും ഭരണം സ്വപ്നം കാണുന്ന BJPക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ്. ഇക്കുറി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് വേദിയാകുകയാണ് കൊടുങ്ങല്ലൂർ. LDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പതിവിൽ കവിഞ്ഞ ആവേശം താഴെത്തട്ടിൽ പ്രകടമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഫലം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. LDFിൽ CPMും CPIയും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. മറ്റു ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ BDJSനും സീറ്റില്ല. UDFിൽ കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനും RSPക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 46 വാർഡുകളുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോട്ട വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇവിടെ LDFും UDFും നേർക്കുനേർ മത്സരിക്കുകയാണ്. ഒരു വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം. ഭവന സന്ദർശനത്തിലൂന്നിയ പ്രചരണമാണ് വാർഡുകളിൽ പ്രധാനമായും നടക്കുന്നത്. ഡിസംബർ 11 വിധിയെഴുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ജനപ്രിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ, അതല്ലെങ്കിൽ വാശിയേറിയ ഒരു ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ പോലെ കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. അവസാന ലാപ്പിൽ, അവസാന ഓവറിൽ, ക്ലൈമാക്സിൽ ആര് കപ്പടിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ഷിഹാബിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് പടിവിങ്ങൽ. തൃശൂർ നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ശാസ്ത്രീയ പദ്ധതികളുമായി കോർപ്പറേഷൻ LDF പ്രകടന പത്രിക. തൃശൂർ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. സെക്രട്ടറി UP ജോസഫ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCVയുടെ തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിൽ ഇനി നേതൃസ്വരം. നേതൃസ്വരത്തിൽ BJP നേതാവ് K സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ജനത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് അറിയാനായി. ഇപ്പോൾ TCVയുടെ നേതൃത്വത്തിൽ BJPയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചേരുകയാണ്. നമുക്ക് ആദ്യം തൃശ്ശൂരിനെ കുറിച്ച് തന്നെ ചോദിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ പുലർത്തി മുന്നോട്ട് പോകുന്നു. ഭരണത്തിലേക്ക് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത്ര നിലയിലേക്ക് എത്തുമോ? ഭരണം പിടിക്കാൻ തന്നെയാണ് ഇത്തവണ NDA. കാരണം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, സുരേഷ് ഗോപിയുടെ അത്യുജ്വലമായിട്ടുള്ള വിജയം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, വികസനം വേണോ NDA വേണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ലോക്സഭയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ അത് ഇതിലേക്ക് വരുമോ? ഈ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വികസന ആവശ്യം ജനങ്ങൾക്കുള്ളത്. കാരണം NDA വന്നാൽ ഇവിടെ ഒരു MP ഉണ്ട്, മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ കേന്ദ്രത്തിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാമല്ലോ, ഈ LDFനും UDFനെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഒരു വികസനം വരാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വികസനം വേണോ? മോദി സർക്കാരിൽ സ്വാധീനമുള്ള ഒരു കോർപ്പറേഷൻ ഭരണം ഉണ്ടാവണം. എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. കേന്ദ്രം സഹായിച്ചിട്ടും കേരളത്തിൽ വികസനം നടക്കാത്തത് ഈ LDFും UDFും കാരണമാണ്. അത് ജനങ്ങൾക്ക് അറിയാം. ജില്ലയിലെ കണക്കിൽ ഒരു മുനിസിപ്പാലിറ്റി കൂടി BJPയുടെ കണക്കിൽ പറഞ്ഞിരുന്നു, അതേതാണ്? അല്ല, മുനിസിപ്പാലിറ്റി ഒന്ന് എന്നുള്ളതല്ല. ഇത്തവണ വലിയ മാറ്റമാണ് സംസ്ഥാനത്തുണ്ടാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു മെയിൻ കണ്ടൻഡറായിട്ട് NDA വന്നിരിക്കുകയാണ്. ഒരു പ്രധാന കക്ഷിയായിട്ട് NDA വന്നിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങിയതായി പറയുമ്പോൾ തൃശ്ശൂരിൽ K സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു. അല്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ.
തീരുമാനിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വെളിവാവും. ശരി, കെ സുരേന്ദ്രനാണോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ TCVയോട് പങ്കുവച്ചത്? മറ്റു വാർത്തകൾ നോക്കാം. കുണ്ടന്നൂർ ചുങ്കത്ത് വാഹനാപകടം. കാർ ലോറിയെ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന സ്കൂട്ടറിലിടിച്ചു. പിന്നീട് നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികന് പരിക്കേറ്റു. വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി വലിയ വീട്ടിൽ ജലീൽ, ലോകമലേശ്വരം സ്വദേശി കടമ്പോട്ട് വീട്ടിൽ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് അറസ്റ്റിലായത്. പുത്തൻചിറ കുന്നത്തേരി സ്വദേശിയിൽ നിന്ന് 90 ലക്ഷം രൂപ വാങ്ങി അത്താണിയിൽ സ്ഥലവും കെട്ടിടവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്നും മറ്റൊരു സ്ഥലം പകരം കൊടുക്കണമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പണം വാങ്ങിയ ശേഷം സ്ഥലം തീരെ നൽകിയിരുന്നില്ല. സമാനമായ തട്ടിപ്പ് കേസുകൾ ജലീലിനെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാളയിലെ ഒരു വനിതാ ഡോക്ടറുടെ പരാതിയിലും ഇയാൾക്കെതിരെ മാള സ്റ്റേഷനിൽ കേസുണ്ട്. തൃശൂർ സഹൃദയവേദിയുടെ 59-ാം വാർഷികവും വജ്രജൂബിലി ആഘോഷവും സാഹിത്യ അക്കാദമിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി പ്രസിഡന്റ് ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജൂലിയസ് അറക്കൽ മുഖ്യാതിഥിയായി. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗം പ്രൊഫസർ KV രാമകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി. ഡോക്ടർ K കോമളവല്ലി, KK യതീന്ദ്രൻ, ഡോക്ടർ ലുലു മാത്യു, പ്രൊഫസർ VA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പുത്തൻപള്ളിയിലെ 100ാം പ്രതിഷ്ഠ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വാദ്യമേളങ്ങളോടെ ആരംഭിക്കും. രാത്രി 9:30 അൻപ എഴുന്നള്ളിപ്പ് പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:15 ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണവും തുടർന്ന് ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഗുണ്ടാ സംഘാംഗമായ പത്തനംതിട്ട സ്വദേശി കാർത്തികാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. നിയമലംഘനം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പിടിമുറുക്കാൻ ജില്ലാ ഭരണകൂടം. കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. കളക്ടറുടെ നടപടി ഊരകം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി വൈദ്യുതി തൂണിലിടിച്ചു. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.